നമസ്കാരം സാർ. ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് BJP പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം കടന്നാക്രമിച്ചുകൊണ്ടുള്ള രംഗപ്രവേശനം, അതായത് കേന്ദ്ര സർക്കാരിന്റെ രംഗപ്രവേശനം. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ കൂടുതലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് സോണിയാഗാന്ധിക്ക് ഒരു വിദേശ ഏജൻസിയുമായി ബന്ധമുണ്ട്, അതായത് തീവ്രവാദത്തിന് വേണ്ടി സോണിയാഗാന്ധി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പല രീതിക്കും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ സാർ ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീവ്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല, സോറോസിൻ്റെ FDAP എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഉപാധ്യക്ഷയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക്, അതിൻ്റെ ഉപാധ്യക്ഷയാണ് പുള്ളി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സോറോസ് നിയന്ത്രണത്തിലുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷത്തിനെതിരെ വലിയ കടന്നാക്രമണമൊന്നും BJP നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് നേരത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ BJPയെ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത്. കാരണം കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് സംസ്ഥാനത്തായാലും ദേശീയതലത്തിലായാലും അത്തരത്തിലുള്ളൊരു നീക്കമായിരുന്നു. കാരണം ഏറ്റവും നല്ല അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മുൾമുനയിൽ നിർത്തുന്നു, ഭരണപക്ഷത്തെ മുൻമുലയിൽ നിർത്തുന്നു. അപ്പോൾ കോൺഗ്രസ് ആയിരുന്നല്ലോ കൂടുതൽ സമയം അധികാരത്തിലിരുന്നത്, അതുകൊണ്ട് കൂടുതൽ സമയം പ്രതിപക്ഷത്ത് BJP ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇതുപോലെ പ്രതിപക്ഷത്ത് കോൺഗ്രസും ഭരണപക്ഷത്ത് BJP ആണ്. BJPക്കെതിരെ പല ആരോപണവും വരുമ്പോൾ അതൊക്കെ മറുപടി കൊടുക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ ആ നിസ്സാരമായിട്ടുള്ള മറുപടിയിലോ ഇലക്ഷൻ സമയത്ത് ചില ക്യാമ്പയിനുകൾക്കൊക്കെ മാത്രം മറുപടി കൊടുത്തു പോകും, അല്ലെങ്കിൽ ലോക്സഭയിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ രാഹുൽ ഗാന്ധി വന്നിരുന്ന് പോവും, എന്നിട്ട് ലോക്സഭ രാജ്യസഭയും നടത്തിക്കാതെ പോവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോപണം ഇതുപോലെ കൊണ്ടുവരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ ചർച്ച നടന്നില്ല, ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരും, എന്നിട്ട് ഈ മറുപടി സമയത്ത് പുള്ളി ഇറങ്ങി ഒരു പോക്ക് പോകും, അല്ലെങ്കിൽ പുള്ളി അവിടെ നിന്ന് ഉറങ്ങും. ഇതാണ് പുള്ളിയുടെ പരിപാടി. ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ പോയിട്ട് അങ്ങനെ ഇതുവരെ പറഞ്ഞതെല്ലാം പുള്ളിക്ക് അവർക്ക് പ്രയോജനമായിരുന്നു. 2014 പുള്ളി പറഞ്ഞ് ചായക്കടക്കാരൻ്റെ മോനാണ്, മോദി അതെടുത്ത് വെച്ച് കലക്കി, ഞാൻ ചായക്കടക്കാരൻ്റെ മോനായിട്ട് എനിക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി നാട് മൊത്തം പ്രചരിപ്പിച്ചു. അപ്പം ഈ സാധാരണക്കാരനാണല്ലോ ഇവിടെ ഉള്ള 68-70% ചായക്കടക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും OBC മറ്റേ അവനെല്ലാം കൂടെ വിചാരിച്ചിട്ട് ചായക്കടക്കാരൻ എന്താ പ്രധാനമന്ത്രി അയാൾ പ്രധാനമന്ത്രി. 2019 ഈ മഹാമാന്യൻ കൊണ്ടുവന്ന് പറഞ്ഞ ചൗക്കീദാർ ചോർഗെ, പുള്ളി അതും എടുത്ത് ഞാൻ കള്ളനാണെന്നു ഈ മുദ്രാവാക്യം എടുത്തുകൊണ്ടാണ് പുള്ളി 2ാമത്തെ പ്രാവശ്യം ലോക്സഭ. പക്ഷെ 3ാമത്തെ പ്രാവശ്യം പുള്ളിയുടെ മുദ്രാവാക്യങ്ങൾ അത്യാവശ്യം ഏതാണ്ട് സ്ട്രോങ് ആയിരുന്നു. അല്ലെങ്കിൽ ഈ അതേപോലെ ഇത് ഏറ്റെടുത്ത് വേറെ ചില പ്രാദേശിക പാർട്ടികൾ, ഇപ്പം അഖിലേഷ് യാദവ് അവിടെ ഏറ്റെടുത്തു, അതിൻ്റെ ഒരു മർമറിങ് ക്യാമ്പയിൻ നടത്തി, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ അവർ ഏറ്റെടുത്തു. അവർ ഈ മർമറിങ് ക്യാമ്പയിൻ BJP അറിയുന്നതിന് വേണ്ടി താമസിച്ചു പോയി. ഇലക്ഷൻ്റെ ഒരു 3-4 ദിവസം മുമ്പായി ഇവർ ഈ നടത്തിയ പരിപാടിയും അല്ലെങ്കിൽ ബോണ്ട് കൊടുത്ത് ഒപ്പിടിച്ച് 1 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞതും ഈ കള്ളത്തരങ്ങളൊക്കെ പ്രചരിപ്പിച്ച് സാധാരണക്കാരുടെ ഇടയിൽ കയറി ഒരു പ്രചരണം നടത്തുന്നുള്ള കാര്യം അറിയാൻ താമസിച്ചു പോയി. അതുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് പ്രശ്നം പറ്റി. പുള്ളി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഏതാണ്ടില്ല 44 സീറ്റേ വന്നില്ലേ, ഒരു 99 സീറ്റ് ആയപ്പോഴത്തേന് പുള്ളി എടുത്താണ്ട് പറഞ്ഞു കൊടുത്തു ഇത് പ്രധാനമന്ത്രിയാവാനുള്ള ഭൂരിപക്ഷമായി, ഇനി അതിനുവേണ്ടി ശ്രമിച്ചോളാൻ പറഞ്ഞ് പുള്ളി പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടായി പാർലമെൻറ്റിൽ വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് വേറെ കേട് പറഞ്ഞുകൊണ്ടുവരിക. അപ്പം ഇപ്രാവശ്യം നമ്മൾ മനസ്സിലാവുന്നത് ഈ ലോകസഭ അല്ലെങ്കിൽ സമ്മേളനം കൂടുമ്പോൾ വളരെ കൃത്യമായിട്ട് 99 അല്ലെങ്കിൽ ലോക്സഭാ അംഗമായ ആളാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിയെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് BJP വരുന്നൊരവസ്ഥ. കാരണം ഈ 99 ലോക്സഭാ അംഗമായതിനു ശേഷം നമ്മൾ പലവട്ടം പരിശോധിക്കുമ്പോൾ സോണിയാഗാന്ധി ഒരു മാന്യമായ രീതിയിലാണ് ആൾക്കാർക്ക് പെരുമാറാറുള്ളത്. അവർ വസ്ത്രധാരണമായാലും വളരെ മാന്യം, കേരളക്കാർ വസ്ത്രം ധരിക്കുന്നതിനെക്കാട്ടി നല്ലപോലെ മാന്യമായിട്ട് സാരി കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് സോണിയ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. അപ്പോൾ അവരുടെ സംസാരവും കാര്യങ്ങളും പ്രതിപക്ഷവും ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയൊക്കെ കൊടുത്തിട്ട് അവരും ഇവരെ അടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ മോശമാക്കാനോ ഒന്നും പോകുന്നില്ല. അവരും ആവശ്യമില്ലാതെ മാന്യമല്ലാത്ത രീതിയിലൊന്നും സഭയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാന്യമായ അല്ലാത്ത രീതിയിൽ അവർ സഭയിൽ ഇനി എത്ര കാര്യമാണെന്ന് പറഞ്ഞാൽ വെളിയിലും സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടില്ല. ഉള്ള പ്രസംഗമൊക്കെ അവരുടെ ക്വാളിറ്റി അത് നിലനിർത്തി പോകുന്ന ഒരു സ്ത്രീയായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഈ പ്രാവശ്യം JP നദ്ദ നമ്മുടെ BJPയുടെ ദേശീയ പ്രസിഡന്റ്, സാരമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അദ്ദേഹം രാജ്യസഭയിൽ ഇത് കൊണ്ടുവരുന്നു, കിരൺ റിജ്ജു ലോക്സഭയിൽ കൊണ്ടുവരുന്നു. മനസ്സിലാവുന്നു. അല്ലെങ്കിൽ രാജ്യസഭയും ലോക്സഭയിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ സോണിയാഗാന്ധി ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ രാജ്യദ്രോഹിയാണെന്നും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണെന്നും അതിന് കാരണമായിട്ട് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞത് FDAP എന്ന് പറയുന്ന സംഘടന അത് സോറോസിന്റെ ഫ്ലോട്ടിംഗ് സംഘടനയാണെന്നും FDAP എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യൻ പസഫിക്, അതായത് ഇവരുടെ ഒരു കൂട്ടായ്മയുണ്ട് പല രാജ്യങ്ങളിലെ ഇതുപോലുള്ള ആൾക്കാരുടെ എല്ലാം. ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യ സംവിധാനം ഇല്ല,
പറഞ്ഞു ഇന്ത്യ രാജ്യ തെരഞ്ഞെടുപ്പെല്ലാം അട്ടിമറിയിലൂടെയാണ് നടക്കുന്നത്. ജനാധിപത്യ സംവിധാനമില്ല, ഇല്ല, അട്ടിമറിയിലൂടെയാണ് നടക്കുന്നത്. ഇവിടുത്തെ ഈ ന്യൂനപക്ഷങ്ങൾ, പുള്ളി അമേരിക്കയിൽ പോയി സംസാരിച്ച ന്യൂനപക്ഷങ്ങൾ വളരെ പീഡനം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അമേരിക്കയിൽ പോയി സംസാരിച്ച ഓർമ്മയില്ല, ഒരു യൂണിവേഴ്സിറ്റി പോയി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിഖുകാരനെ വിളിച്ചിട്ട് നിങ്ങളിവിടെ തലപ്പാവൊക്കെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ഞങ്ങളുടെ അവിടെ തലപ്പാവ് വെക്കാൻ ഒക്കത്തില്ല, അവരുടെ ഈ ഗുരുദ്വാരയെ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തെ ഈ തോന്നിവാസം കാണിക്കാനായി ജനാധിപത്യം അല്ലെങ്കിൽ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരാളെ വളരെ ഈ പറയുന്ന പോലെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഇന്നലെ സംഭവിക്കുന്നു. ഇത്രയും സ്വാതന്ത്ര്യമുള്ള രാജ്യമുണ്ട്. അതിനുശേഷം അമേരിക്ക ഉണ്ടായിരിക്കും. അമേരിക്കക്കാട്ടി സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ ആ രാജ്യത്ത് ഇതില്ലെന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്നും സ്വാതന്ത്ര്യമില്ലെന്നും അല്ലെങ്കിൽ ഇതുപോലെ മതസ്വാതന്ത്ര്യമില്ലെന്നും ജനാധിപത്യ സംവിധാനമല്ലെന്നും ഇതുപോലെ മോദി ഏകാധിപതിയാണെന്നും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എഴുതി പ്രചരിപ്പിക്കുന്ന സാധനമാണിത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജമായ പ്രചരണം ഇന്ത്യക്കെതിരെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സംഘടനയുടെ ഉപാധ്യക്ഷ ആയതുകൊണ്ട് അവർക്കെതിരെ UAP അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നിലപാടുമായിട്ട് വന്നിരിക്കുന്നു. മനസ്സിലല്ലേ? രാഹുലിനെ വിട്ടു, പ്രിയങ്ക അവിടെ നിൽക്കട്ടെ, സോണിയാഗാന്ധിയിലും തുടങ്ങാമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. അത് കൃത്യമായ പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അതായത് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ പരിശോധിക്കുമ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടിയിലാണ് ഈ പറയുന്നത്. ഇവിടുന്ന് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലോകക്രമം അമേരിക്കയുടെ ഭരണത്തിനകത്ത് അല്ലെങ്കിൽ ഭരണം കൂടാതെ ഒരു ചില ഈ വ്യവസായികളും അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥ ബന്ധവും എല്ലാം കൂടെ ലോകക്രമം എങ്ങനെ വേണം എന്ന് തീരുമാനിച്ചു പോകുന്നു. അല്ലെങ്കിൽ ലോകത്ത് ഇപ്പോൾ ബംഗ്ലാദേശ് പ്രശ്നം ഉണ്ടാക്കി അവരാണ്, സിറിയയിലെ വിഷയത്തിനകത്ത് അവർക്ക് ഇടപെടിയിലുണ്ട്. ഈ പറഞ്ഞ പശ്ചിമേഷ്യ നടക്കുന്ന പല കാര്യങ്ങൾക്കകത്ത് ഇടപെടില്ല. അവരുടെ പരിധിയിലില്ലാത്ത രാജ്യങ്ങൾക്കകത്ത് ജനാധിപത്യ സംവിധാനം, ജനാധിപത്യത്തെ കൂട്ടി ലോകത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന അമേരിക്ക, പക്ഷെ ജനാധിപത്യത്തിൻ്റെ മര്യാദയ്ക്കും പോകുന്ന ഒരു രാജ്യത്തെ അവന്മാർക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ല? അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടായി നശിപ്പിക്കും. ഇതിന് വേണ്ടി നമ്മൾക്ക് എടുത്ത് ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അതായത് മോദി വന്നതിന് ശേഷം സാമ്പത്തിക വളർച്ച വളരെ കൂടുതലാണ്. 7 ട്രില്യണിലേക്ക് അവർ പോവുക. ആ 7 ട്രില്യണിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മോദി ഉദ്ദേശിക്കുന്നത് 7 ട്രില്യൺ വരുമ്പോഴത്തേക്കും നമുക്ക് ആളോഹരി ഒരാൾക്ക് ഒരു 3-4 ലക്ഷം രൂപ വീതം വരുമാനമാകും. ഈ വരുമാനവും സമ്പത്തും ഉണ്ടായുള്ളൊരു ഗുണം എന്താണെന്നറിയോ? ബോധം കൂടെ വരും. ഈ അപക്വമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു പറ്റിക്കാനോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ആൾക്കാരെന്ന് ഒരു മാർഗവും ഇല്ലാത്ത ആൾക്കാരെയാണ് ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തുള്ള ആൾക്കാരിൽ നിന്ന് മുതിർന്ന ഒരു രീതിയിലേക്ക് ജനത മൊത്തം മാറാമെങ്കിൽ ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളുടെ നെറേറ്റീവ്സ് അത് ഇവിടെ ഈ പറഞ്ഞ പോലെ ആരെയും കൊണ്ടെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ആൾക്കാരായി കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കൂടെ അമേരിക്കയിൽ ഇപ്പം ഇലക്ഷൻ നടക്കുമല്ലോ, അവരെ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും ഓരോരുത്തരുടെയും ഐഡിയോളജി എന്താണെന്നറിയാം, ഓരോരുത്തരും ചെയ്തത് എന്താണെന്നറിയാം, നാളത്തെ എക്കണോമിക്കൽ ഗ്രോത്ത് അവർ പറയുന്ന സാമ്പത്തിക വ്യവസ്ഥ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഇത് പരിശോധിച്ച് മനസ്സിലാക്കി ചിന്തിച്ചിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഉള്ള മൂളമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ എന്തോ? ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഒന്ന് പിണറായി വിജയൻ്റെ ആശയം പറയുന്നത്, അതിനകത്ത് ഇത്ര വാസ്തവമുണ്ട്. അല്ലെങ്കിൽ BJP വന്ന് BJPയുടെ ആശയം പറയുന്നു. ഓരോരുത്തരും വന്ന് അവരുടെ താല്പര്യം ഒന്ന് പറയുക, അതിനകത്ത് വാസ്തവമാണോ അവാസ്തവമാണെന്ന് പരിശോധിക്കാനുള്ള രീതിയിലുള്ള ആൾക്കാർ ബഹുഭൂരിപക്ഷം ഇല്ലാത്ത നമ്മുടെ രാജ്യം. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു രാജ്യത്തിനെ എക്കണോമിക്കൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ അമേരിക്കക്കാരും ഒക്കെ ആ രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. മനസ്സിലായി? ഇതിന് ഈ മോദിക്ക് മുമ്പ് ഇത്തരത്തിൽ അമേരിക്കയുടെ കയ്യിൽ നിൽക്കാത്ത ഒരു ഭരണാധികാരി നമ്മുടെ ഇവരായിരുന്നു, ഇന്ദിരാഗാന്ധിയായിരുന്നു ഉള്ള കാര്യം പറയാറ്. കാരണം അത്യാവശ്യം അതുകൊണ്ട് അവരെ അകാലത്തിൽ ഈ അവരുടെ മരണത്തിനകത്ത് ഈ അമേരിക്കയുടെ പങ്കുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. മനസ്സിലാവും? അപ്പം ഈ രീതിയിലേക്ക് ഇപ്പം ഈ പോകുന്ന രാജ്യത്തെ വിദേശ ശക്തികളുടെ സഹായത്തിനകത്ത് ജോർജ് സോറോസ് എന്ന് പറയുന്ന ആളിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ഈ ഇതുപോലുള്ള പുള്ളിയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ലോകത്ത് സംസ്കാരം എന്ന് പറയുന്ന സാധനമേ പാടില്ല, അതിരുകളില്ലാത്ത രാജ്യം. മനസ്സിലായില്ലേ? അതുപോലെ എല്ലാവരും കൂട്ടി അല്ലെങ്കിൽ സംസ്കാര ശൂന്യമാക്കി ലോകം മൊത്തം കുളമാക്കി ഇല്ല ഒരു പൈശാചിക ചിന്തയുള്ള ഒരു മനുഷ്യനാണ്. ആ രീതിയിലേക്ക് പോകുന്ന ഒരാളാണ്. പുള്ളിയുടെ കെയർ ഓഫിലാണ് ഈ അല്ലെങ്കിൽ ഈ സംഘടനയുള്ളതും പുള്ളിയുടെ രീതിയിലാണ് ഈ പറയുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിപാടി നടക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങൾ വയർ പോലുള്ള മാധ്യമങ്ങൾ, ഇത്തരത്തിലുള്ള മാധ്യമം, ഇതെല്ലാം തെളിവുകൾ സഹിതം
ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ലോകസഭയിലും വെടിയിലും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കും. അതായത് 10 ചോദ്യങ്ങൾ വരെ ലോകസഭ ചോദിച്ചിട്ട് മറുപടി ലോകസഭയിലും വെടിയിലും കൊടുത്തു. ഇതുവരെ കോൺഗ്രസ്സുകാർ ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല, അവിടെ നിന്ന് കൂന്നേ ഉള്ളൂ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു നീക്കം, അതായത് ഇനിയും ഇതിനെ അനുവദിക്കുന്ന ഒരു വിഷയമല്ല. ഇതിനകത്ത് നമ്മൾ 2 കാര്യം പഠിക്കണം. ഇതുവരെ ബൈഡൻ ആയിരുന്നു. ബൈഡൻ എന്ന് പറയുന്ന ആൾ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. കാരണം അതിനകത്ത് ഈ ട്രംപ് വരുന്നതിന് തടസ്സം നിന്ന മൊത്തം ബൈഡനും ഒബാമയൊക്കെയാണ്. അയാൾ നേരത്തെ വരുന്ന സമയത്ത് നമ്മൾ പരിശോധിച്ചിട്ടില്ല, മാധ്യമങ്ങൾ മൊത്തം എഴുത്തള്ളി ജയിക്കത്തില്ലെന്ന്. മാധ്യമങ്ങളെല്ലാം അവിടെ കസ്റ്റഡിയില്ല, പക്ഷെ ബൈഡൻ നമ്മൾ ജയിച്ചു, നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തി. കാരണം അതിനുശേഷം ഇയാൾ 4 കൊല്ലം അവിടെ ഭരിച്ചപ്പോഴും തലവേദന കൊണ്ട് ഇയാൾക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല. ഇയാൾ ലോകത്തെ ഏറ്റവും വലിയ ഈ പറയുന്നത് ജനാധിപത്യ വിരുദ്ധനാണ്, മറ്റാണ് മറിച്ച്. അയാൾക്ക് ഏതായ തീരുമാനങ്ങളുണ്ട്. അയാൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. രണ്ടാമത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ്, ദേശസ്നേഹിയാണ്. ഈ പാതിയുള്ള ആൾക്കാർക്ക് ദേശസ്നേഹികളെ ഇഷ്ടമല്ല, സംസ്കാരം ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? അപ്പം അപ്പം ഇവിടുന്ന് അവരുടെ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനത്തിൽ ഇന്ത്യയിൽ പോലെ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് പല രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന അതേ ഗുണം അനുഭവിച്ച ആളാണ് ട്രംപ്. അപ്പോൾ ട്രംപിന്റെ കയ്യിലോട്ട് ഭരണം വരുമ്പോൾ ഡീപ് സ്റ്റേറ്റ് നമ്മുടെ ലോകസഭയിൽ ഇതുവരെ നമ്മൾ പോലും അതിനകത്ത് വലിയ ഇതായിട്ടും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മോദി അമിത്ഷാ ഒന്നും ഇതുവരെ അതിനകത്ത് മിണ്ടിയിട്ടില്ല. രണ്ടാംകിട നേതാക്കന്മാരെ കൊണ്ട് അടുപ്പിക്കുന്നത്, അവർ ഇനി ഏതെല്ലാത്തിൽ ഇടപെടുന്നവരുത്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്നൊരവസ്ഥ. അതായത് നേരത്തെ ഒരുപക്ഷെ ഇതിനകത്ത് വൈഡായിട്ട് ഇടപെട്ടാൽ അമേരിക്കയുടെ ഒരു അതിർത്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ക്രയവിക്രയങ്ങളും അല്ലെങ്കിൽ കയറ്റുമതി അതിന് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള അർത്ഥത്തിലാണെന്ന് നമ്മളങ്ങ് വിചാരിക്കാം. എന്തുമായാലും ഇപ്പോൾ ട്രംപ് വരുമ്പോൾ ഡീപ് സ്റ്റേറ്റിനെതിരെ ട്രംപുണ്ട്. ആ ഡീപ് സ്റ്റേറ്റിനെതിരെയുള്ള നിലപാട് നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഡീപ് സ്റ്റേറ്റ് നിലപാടുമായിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നിൽക്കുന്നത് സോണിയാഗാന്ധിയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന സോണിയാഗാന്ധിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. ഏറ്റവും അവസാനം ലോക്സഭയുടെ പ്രസംഗം കേൾക്കുമ്പോൾ അതേ നിലപാടുമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് BJP ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ കാണുന്നത് BJP പ്രതിപക്ഷത്തിന് ഇന്ത്യക്കകത്ത് നടത്തുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി വെളിച്ചത്തെടുത്ത് പ്രതിപക്ഷത്തെ വളരെ പരസ്യമായിട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും രാജ്യദ്രോഹി എന്ന് തെളിവുകൾ നിരത്തി വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത ഒരു നീക്കം ഒരു പക്ഷേ BJP ഈ ഇതോടുകൂടി നടത്തി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗങ്ങൾക്ക് മറുപടി കൊടുത്തതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ്. ലോകസഭയിൽ ഇദ്ദേഹത്തിന് പണി കിട്ടി. കാരണം 2 പ്രാവശ്യമായിട്ട് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 സബ്മിഷൻ. ഒന്ന് ഈ പറഞ്ഞ ഞാൻ മുമ്പേ ചർച്ച ചെയ്ത വ്യവസായികൾക്കെതിരെ അഡാനി അംബാനിയോടുകൂടി അതിൻ്റെ പുറകെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ മൊത്തം പോയി. കാരണം പ്രതിപക്ഷ കക്ഷികൾ അവരുടെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി സംസ്ഥാനങ്ങളിൽ ഫണ്ടും അല്ലെങ്കിൽ വികസന പ്രവർത്തനം നടത്തുകയും പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. ഇത് എല്ലാവർക്കും പച്ചയായിട്ട് അറിയാവുന്ന കാര്യം. ഇപ്പം പിന്നെ നമ്മുടെ ഭരണഘടന 74 വർഷം അത് അനുവദിച്ചു കൊടുത്തു. ഭരണഘടനയ്ക്കകത്ത് ഇന്നലെ മൊത്തം മോദിയാക്കി 1.5 മണിക്കൂർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നെഹ്റു എന്തോ ഇത് ഈ രാജ്യത്തെ നാട്ടുകാരറിയാത്ത കാര്യം, നെഹ്റു ചെയ്ത മോശമായ കാര്യം, ഇന്ദിരാഗാന്ധി ചെയ്ത മോശമായ കാര്യം, ഭരണഘടന എങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു, കോൺഗ്രസ്സുകാർ എന്തൊക്കെ ചെയ്തു, ഇത് മൊത്തവും ലോകത്ത് മൊത്തം പരസ്യമാക്കി കൊടുത്തു. കാരണം ഇത്തരത്തിലൊരു തീരുമാനമാണ് ഈ പ്രതിപക്ഷ നേതാവ്. കാരണം ഇദ്ദേഹത്തെ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് പോലും താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് ശേഷം വരുന്ന ഇലക്ഷനെല്ലാം വൻ പരാജയമാണ്. കാരണം ഇദ്ദേഹം കൂടുതൽ പരാജയമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. ഇപ്പം മമതാ ബാനർജിയൊക്കെ നമ്മൾ കണ്ടല്ലോ. മമതാ ബാനർജിയുടെയൊക്കെ അടുത്തേക്ക് മമതാ ബാനർജി പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം ഏറ്റെടുക്കണമെന്നല്ലേ അതിന് താല്പര്യം ബാക്കിയുള്ളവർക്ക്. മമതാ ബാനർജി ഏറ്റെടുക്കുന്നതിന് ശരത് പവാറിന് താല്പര്യം, ബാക്കിയുള്ളവർക്ക് താല്പര്യം. കാരണം അവർക്കറിയാം, ഇയാൾക്ക് അറിയത്തില്ലെന്ന്. നമ്മളീ പറയുമ്പം ഈ ഒരു അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അയാൾക്ക് കള്ളത്തിനും അറിയാം, ചെയ്യാനറിയണ്ടേ. ഇത് കള്ളനാണേലും നമുക്കത് അറിയത്തില്ല എങ്ങനെ ഓട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ അവിടുന്ന് ഒരു മുദ്രാവാക്യം കൊടുക്കുക, ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിന് നാട്ടുകാർ അറിയാതെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒന്നും അറിയത്തില്ല. പണ്ട് തുറു കത്തിയെന്ന് ഒരു കൊച്ചു പയ്യൻ വന്ന് പെല്ല പറഞ്ഞിട്ട് പോയി, മനസ്സിലായില്ലേ? അപ്പം പ്രായമുള്ള ആൾ പറയും, മോനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എളുപ്പം എന്ന് പറഞ്ഞിട്ട് പോണ്ടേ. പിന്നെ വേറെ ഇതുപോലെ പെല്ല വന്ന് പറയേണ്ട കാര്യം എളുപ്പം വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയത്തില്ല. കാരണം അയാൾ ഇതൊന്നും പഠിച്ചിട്ടില്ല. അയാൾ ഈ പറഞ്ഞതുപോലെ
വേറെ ഓരോ കാര്യങ്ങൾ ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്. 55 വയസ്സായി പുള്ളിക്ക് പ്രധാനമന്ത്രി, പുള്ളി നോക്കിപ്പോയി പ്രധാനമന്ത്രി PSC പോസ്റ്റ് പോലുള്ള പോസ്റ്റാണെന്ന് വിചാരിച്ചത്. കാരണം പുള്ളിയുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് ക്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് എനിക്ക് കിട്ടേണ്ട ഒരു സാധനമോ അതിങ്ങനെ കിട്ടും. ഇയാളുടെ കഷ്ടകാലത്തിന് ഈ മോദിയുടെ കൈ കൊണ്ടൊന്ന് സാമാന്യ നാട്ടുകാർ കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. എങ്ങനെ കാരണം എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണം അനുസരിച്ച് ഇയാൾ പ്രധാനമന്ത്രിയാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനുള്ള കാലിബറൊന്നും പുള്ളിയുടെ കയ്യിലില്ല. പുള്ളി ഇത് കോൺഗ്രസിനെയും ഇല്ലായ്മ ചെയ്ത് പുള്ളി ഇല്ലായ്മയായി അവസാനം ഇറ്റലിയിലെങ്ങാനും പോയി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ. ഏതായാലും ഈ BJP തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ ഡീപ് സ്റ്റേറ്റിനെയും അല്ലെങ്കിൽ സോറോസിനെയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷത്തേക്ക് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയതായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. നമുക്ക് നാളെ കാലത്തെ നോക്കിക്കണ്ട് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.